പൗരാണിക കാലത്തെ പദാർത്ഥപരമായ ശൂന്യശിഷ്ടങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പുരാവസ്തുവിജ്ഞാനം. പൗരാണിക ശൂന്യശിഷ്ടങ്ങളെ 2 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ലിഖിത രേഖകൾ. പ്രാചീന കാലത്ത് ശിലകളിലും കളിമൺ ഫലകങ്ങളിലും ഇഷ്ടികകളിലും ലോഹങ്ങളിലും ചർമ്മപത്രങ്ങളിലും പാപ്പറസിലും എഴുതി സൂക്ഷിച്ചിരുന്ന പൗരാണിക ഭാഷകളുടെ പാഠങ്ങൾ. 2, അലിഖിത വസ്തുക്കൾ. ലിഖിത രേഖകളല്ലാത്തവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ഉദാഹരണങ്ങൾ: ആയുധങ്ങൾ, ആഭരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ, കെട്ടിടങ്ങൾ, കോട്ടകൾ, പാത്രങ്ങൾ. ശൂന്യശിഷ്ടങ്ങളെ സൂക്ഷ്മമായി പഠിക്കുന്നതിലൂടെ അക്കാലത്ത് നിലവിലിരുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ കഴിയും. പുരാവസ്തു പഠനത്തിന് ആരംഭം കുറിച്ചത് ഫ്രാൻസിലെ ചക്രവർത്തിയായ നെപ്പോളിയനായിരുന്നു. 1798 നെപ്പോളിയനോടൊപ്പം ഈജിപ്തിൽ പര്യടനം നടത്തിയ വൈജ്ഞാനിക സംഘം നൈൽ താഴ്വരയിൽ നിന്നും കണ്ടെടുത്ത പുരാവസ്തുക്കളെ ശാസ്ത്രീയമായി അപഗ്രഥിച്ചു. നെപ്പോളിയന്റെ കണ്ടുപിടുത്തങ്ങളിൽ പരമപ്രധാനമായിരുന്നു റോസറ്റ ശില. 3 ഭാഷകളിലായിരുന്നു ആ ലിഖിതം: ചിത്രലിപി, ഹൈറോഗ്ലിഫിക്സ്, ഈജിപ്തിലെ സംസാരഭാഷ, ഗ്രീക്ക്. തങ്ങൾക്ക് സുജാതമായിരുന്ന ഗ്രീക്ക് മനസ്സിലാക്കിയ ശേഷം മറ്റ് 2 ഗൂഢലിപികളും അപഗ്രഥിക്കുവാൻ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞു. അങ്ങനെ ദുർഗ്രഹമായിരുന്ന മിസ്രൈമ്യ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ചുരുളഴിഞ്ഞു. പുരാവസ്തുശാസ്ത്രത്തിലെ മറ്റൊരു പ്രധാന കണ്ടുപിടുത്തമായിരുന്നു ബെഹിഷ്തൂൺ ശിലാശാസനം. പേർഷ്യൻ ചക്രവർത്തിയായ ദാര്യാവേസിന്റെ ഈ ലിഖിതത്തിൽ ബാബിലോന്യ, ഏലാമ്യ, പേർഷ്യൻ ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് സൈന്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന സർ ഹെൻറി റോളിൻസൺ ഈ ലിഖിതം പകർത്തിയെടുത്തു. ഒരേ കാര്യമായിരുന്നു 3 ഭാഷകളിലും രേഖപ്പെടുത്തിയിരുന്നത്. പ്രാചീന പേർഷ്യൻ ഭാഷ വശമായിരുന്ന റോളിൻസൺ അതിൻ്റെ സഹായം കൊണ്ട് പുരാതന ബാബിലോന്യ ഭാഷ അപഗ്രഥിച്ചെടുത്തു. പുരാതന ലിഖിതങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ ഇത് പണ്ഡിതന്മാരെ സഹായിച്ചു. ബൈബിളുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുള്ള പ്രദേശങ്ങളെ ഉത്ഖനനം ചെയ്ത് ലഭിക്കുന്ന അതീതാവിശിഷ്ടങ്ങളെ പഠിച്ച് മൂല്യനിർണയം ചെയ്യുകയാണ് ബിബ്ലിയ പുരാവസ്തു വിജ്ഞാനം, അതായത് ബിബ്ലിക്കൽ ആർക്കിയോളജി. സിയോൻ പുത്രിമാർ ഉപയോഗിച്ചിരുന്ന വിലയേറിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും, യെശയ്യാ പ്രവചനം 3:18, പൊട്ടക്കിണറുകൾ, യെരമ്യാവ് 2:13, യേശുവിൻ്റെ മുമ്പിൽ പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കുവാൻ പൊളിച്ചുമാറ്റിയ മേൽക്കൂരയുടെ മാതൃക, മർക്കോസ് 2:4, കൈസരുടെ മേലെഴുത്തുള്ള വെള്ളിക്കാശ് എന്നിങ്ങനെ ആധുനിക കാലത്ത് അലഭ്യമായിരുന്ന പലതും ഉത്ഖനനങ്ങളിലൂടെ ലഭ്യമായി. അക്കാലത്തെ സംസ്കാരത്തിൻ്റെ സജീവ രൂപങ്ങൾ ജിജ്ഞാസുവിൻ്റെ നയനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷമായി. 1868 കണ്ടെടുത്ത മോവാബ്യ ശിലയ്ക്ക് പഴയ നിയമവുമായുള്ള ബന്ധം പലസ്തീനിലെ ഉത്ഖനനങ്ങൾക്ക് ആക്കം നൽകി. വേദപുസ്തക സംബന്ധമായ കണ്ടുപിടുത്തങ്ങൾ അധികവും നടന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. ഹമ്മൂറാബിയുടെ നിയമങ്ങൾ 1901, എലഫന്റൈൻ പാപ്പിറസ് 1903, ബോഗസ്ക്യൂവിലെ ഹിത്യ കീർത്തി സ്തംഭങ്ങൾ 1906, തൂത്താൻഖമന്റെ ശവകുടീരം 1922, അഹീരാമിൻ്റെ കൽക്കുമ്മായ ശവകുടീരം 1923, റാസ് ഷംറ പുരാണങ്ങൾ 1929-നും 37-നും ഇടയ്ക്ക്, മാരി രേഖകൾ, ലാഖീഷ് ഓട്ട് ലിഖിതങ്ങൾ 1935-നും 38-നും ഇടയിൽ, ചാവുകടൽ ചുരുളുകൾ 1947 എന്നിവയാണ് പ്രധാന കണ്ടുപിടുത്തങ്ങൾ.